PSC എഡ്യൂ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പാർട്ട് 8 ആണ് ഇന്നത്തെ ക്ലാസ്. വിജയനഗര സാമ്രാജ്യം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. PSC മുൻകാലത്ത് ചോദിച്ച ചോദ്യങ്ങൾ, SCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ എന്നിവയും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്ലാസ് എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. ക്ലാസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിജയനഗര സാമ്രാജ്യം ഭരണകാലഘട്ടം 1336 മുതൽ 1565 വരെ. വിജയനഗര സാമ്രാജ്യം ഭരണകാലഘട്ടം 1336 മുതൽ 1565 വരെ. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകരായി അറിയപ്പെടുന്നത് ഹരിഹരനും ബുക്കനും. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ ആരൊക്കെയാണ്? ഹരിഹരൻ, ബുക്കൻ. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകരാണ് ഹരിഹരൻ, ബുക്കൻ. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം 1336. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? AD 1336. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് ഹരിഹരനെയും ബുക്കനെയും സഹായിച്ച ഗുരുവാണ് വിദ്യാരണ്യൻ. ആരാണ്? വിദ്യാരണ്യൻ. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് ഹരിഹരനെയും ബുക്കനെയും സഹായിച്ച ഗുരു ആരാണ്? വിദ്യാരണ്യൻ. സഹായിച്ച ഗുരു വിദ്യാരണ്യൻ. അടുത്തത് PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഹംപി. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഹംപി. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഹംപി. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണഭാഷ തെലുങ്ക്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണഭാഷ ഏതാണ്? തെലുങ്ക്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്ന സമയത്തെ ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരി ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്ന സമയത്തെ ഡൽഹിയിലെ സുൽത്താൻ ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്. വിജയനഗര സാമ്രാജ്യത്തിൽ പ്രധാനമായിട്ടും 4 രാജവംശങ്ങളാണ് ഭരണം നടത്തിയിരുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൽ പ്രധാനമായും എത്ര രാജവംശങ്ങൾ ഭരണം നടത്തിയിരുന്നു? 4 രാജവംശങ്ങൾ. സംഗമ വംശം, സലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. വിജയനഗര സാമ്രാജ്യത്തിലെ 4 രാജവംശങ്ങൾ ഏതൊക്കെയാണ്? സംഗമ വംശം, സലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. ഏതൊക്കെയാണ്? സംഗമ വംശം, സലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. സംഗമ വംശം സ്ഥാപിച്ചത് ഹരിഹരൻ ഒന്നാമൻ. സംഗമ വംശം സ്ഥാപിച്ചത് ആരാണ്? ഹരിഹരൻ ഒന്നാമൻ. സംഗമ വംശ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഹരിഹരൻ ഒന്നാമൻ. സലുവ വംശ സ്ഥാപകൻ ആരാണ്? നരസിംഹ ദേവരായർ. ആരാണ്? നരസിംഹ ദേവരായർ. സലുവ വംശ സ്ഥാപകൻ ആരാണ്? നരസിംഹ ദേവരായർ. സലുവ വംശ സ്ഥാപകനായി അറിയപ്പെടുന്നത് നരസിംഹ ദേവരായർ. തുളുവ വംശം സ്ഥാപിച്ചത് സരസ നായക. തുളുവ വംശം സ്ഥാപിച്ചത് ആരാണ്? സരസ നായക. തുളുവ വംശ സ്ഥാപകൻ സരസ നായക. അരവിഡു വംശം സ്ഥാപിച്ചത് തിരുമല രായർ. ആരാണ്? തിരുമല രായർ. അരവിഡു വംശം സ്ഥാപിച്ചത് തിരുമല രായർ. ഒരിക്കൽ കൂടെ നോക്കാം. വിജയനഗര സാമ്രാജ്യം ഭരണകാലഘട്ടം 1336 മുതൽ 1565 വരെ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ആരൊക്കെയാണ്? ഹരിഹരൻ, ബുക്കൻ. ആരൊക്കെയാണ്? ഹരിഹരൻ, ബുക്കൻ. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം 1336.
വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1336. വിജയനഗരം സ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് ഹരിഹരനെയും ബുക്കനെയും സഹായിച്ച ഗുരു ആരാണ്? വിദ്യാരണ്യൻ. ആരാണ്? വിദ്യാരണ്യൻ. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് ഹരിഹരനെയും ബുക്കനെയും സഹായിച്ച ഗുരുവാണ് വിദ്യാരണ്യൻ. PSC ഒരു മുൻകാല ചോദ്യമാണ് അടുത്തത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഹംപി. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഹംപി. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണഭാഷ എന്തായിരുന്നു? തെലുങ്ക്. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണഭാഷ തെലുങ്ക് ആയിരുന്നു. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്ന സമയത്തെ ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരി ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്ന സമയത്തെ ഡൽഹി സുൽത്താൻ ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്. വിജയനഗര സാമ്രാജ്യം 4 രാജവംശങ്ങൾ ഭരിച്ചു. വിജയനഗര സാമ്രാജ്യത്തിൽ ഭരണം നടത്തിയ 4 രാജവംശങ്ങളാണ് സംഗമ വംശം, സലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. ഇതൊക്കെയാണ് സംഗമ വംശം, സലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. സംഗമ വംശ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഹരിഹരൻ ഒന്നാമൻ. സംഗമ വംശ സ്ഥാപകൻ ഹരിഹരൻ ഒന്നാമൻ. സലുവ വംശ സ്ഥാപകൻ നരസിംഹ ദേവരായർ. സലുവ വംശ സ്ഥാപകനാരാണ്? നരസിംഹ ദേവരായർ. തുളുവ വംശ സ്ഥാപകൻ സരസ നായക. തുളുവ വംശ സ്ഥാപകനാരാണ്? സരസ നായക. അരവിഡു വംശ സ്ഥാപകൻ തിരുമല രായർ. അരവിഡു വംശ സ്ഥാപകനാരാണ്? തിരുമല രായർ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രത്യേകിച്ചും തുളുവ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ അതായത് തുളുവ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ആരാണ്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായർ ഭരണകാലഘട്ടം 1509 മുതൽ 1529 വരെ. കൃഷ്ണദേവരായർ ഭരണകാലഘട്ടം 1509 മുതൽ 1529 വരെ. കൃഷ്ണദേവരായർ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു എന്നത് PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. എവിടുത്തെ? വിജയനഗര സാമ്രാജ്യത്തിലെ. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ആന്ധ്ര ഭോജൻ, അഭിനവ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ആന്ധ്ര ഭോജൻ, അഭിനവ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തെ ഭുവന വിജയം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഭുവന വിജയം എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരുടെ കൊട്ടാരത്തെയാണ്? കൃഷ്ണദേവരായരുടെ. കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തെ ഭുവന വിജയം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തെ ഭുവന വിജയം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. കൃഷ്ണദേവരായരുടെ സമകാലികനായ മുഗൾ ചക്രവർത്തിയാണ് ബാബർ. കൃഷ്ണദേവരായരുടെ സമകാലികനായിരുന്ന മുഗൾ ചക്രവർത്തിയാണ് ബാബർ. കൃഷ്ണദേവരായരുടെ സമകാലികനായ മുഗൾ ചക്രവർത്തി ആരാണ്? ബാബർ. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ് അറിയപ്പെട്ടിരുന്നത് അഷ്ടദ്വിഗജങ്ങൾ. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ് അറിയപ്പെട്ടിരുന്നത് അഷ്ടദ്വിഗജങ്ങൾ. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനാണ് തെനാലി രാമൻ. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകൻ ആരാണ്? തെനാലി രാമൻ. കൃഷ്ണദേവരായർ അറിയപ്പെട്ടിരുന്നത് ആന്ധ്ര പിതാമഹൻ എന്നാണ്. ആന്ധ്ര പിതാമഹൻ എന്നറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായർ. ആന്ധ്ര പിതാമഹൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? കൃഷ്ണദേവരായർ. ഒരിക്കൽ കൂടെ നോക്കാം. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രത്യേകിച്ചും തുളുവ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി എന്നറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായർ.
വിജയനഗര സാമ്രാജ്യത്തിലെ അഥവാ തുളുവ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. ആന്ധ്ര ഭോജൻ, അഭിനവ ഭോജൻ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായർ. ആന്ധ്ര ഭോജൻ, അഭിനവ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തെ ഭുവന വിജയം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഭുവന വിജയം. ആരുടെ കൊട്ടാരത്തെയാണ് ഭുവന വിജയം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്? കൃഷ്ണദേവരായരുടെ. കൃഷ്ണദേവരായരുടെ സമകാലികനായ മുഗൾ ചക്രവർത്തിയാണ് ബാബർ. കൃഷ്ണദേവരായരുടെ സമകാലികനായ മുഗൾ ചക്രവർത്തിയായിരുന്നു ബാബർ. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ് അറിയപ്പെട്ടിരുന്നത് അഷ്ടദിഗ്ഗജങ്ങൾ. എന്താണ് അഷ്ടദിഗ്ഗജങ്ങൾ? കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനാണ് തെനാലി രാമൻ. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകൻ ആരാണ്? തെനാലി രാമൻ. ആന്ധ്ര പിതാമഹൻ എന്നറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായർ. ആന്ധ്ര പിതാമഹൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? കൃഷ്ണദേവരായർ. ഹംപിയിലെ ഹസാര രാമക്ഷേത്രം പണികഴിപ്പിച്ചത് ആരാണ്? കൃഷ്ണദേവരായർ. ആരാണ്? കൃഷ്ണദേവരായർ. ഹംപിയിലെ ഹസാര രാമക്ഷേത്രം പണികഴിപ്പിച്ചത് കൃഷ്ണദേവരായർ. ഹംപിയിലെ ഹസാര രാമക്ഷേത്രം പണികഴിപ്പിച്ചത് ആരാണ്? കൃഷ്ണദേവരായർ. ആന്ധ്ര പിതാമഹൻ എന്നറിയപ്പെട്ടത് ആരെയായിരുന്നു? കൃഷ്ണദേവരായർ. ആന്ധ്ര പിതാമഹൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ. എന്നാൽ ആന്ധ്ര കവിതകളുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത് അല്ലസാനി പെദ്ദണ്ണ. ആരാണ്? അല്ലസാനി പെദ്ദണ്ണ. ആന്ധ്ര കവിതകളുടെ പിതാമഹൻ എന്നറിയപ്പെട്ടിരുന്നത് അല്ലസാനി പെദ്ദണ്ണ. ആന്ധ്ര കവിതകളുടെ പിതാമഹൻ ആരാണ്? അല്ലസാനി പെദ്ദണ്ണ. വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? തളിക്കോട്ട യുദ്ധം. ഏതാണ്? തളിക്കോട്ട യുദ്ധം. വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം. വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധം നടന്നത് 1565 ജനുവരി 3. 1565 ജനുവരി 3. രാക്ഷസ തങ്കിടി, ബണ്ണിഘട്ട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന യുദ്ധം ഏതാണ്? തളിക്കോട്ട യുദ്ധം. രാക്ഷസ തങ്കിടി, ബണ്ണിഘട്ട് എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നത് തളിക്കോട്ട യുദ്ധം. ഏതൊക്കെ പേരുകളിൽ? രാക്ഷസ തങ്കിടി, ബണ്ണിഘട്ട്. രാക്ഷസ തങ്കിടി, ബണ്ണിഘട്ട്. തളിക്കോട്ട് യുദ്ധം നടന്ന രാജവംശങ്ങൾ ഏതൊക്കെയാണ്? വിജയനഗര സാമ്രാജ്യം, ബാമിനി സാമ്രാജ്യം. തളിക്കോട്ട് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജവംശങ്ങൾ ഏതൊക്കെയാണ്? വിജയനഗര സാമ്രാജ്യം, ബാമിനി സാമ്രാജ്യം. തളിക്കോട്ട യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജവംശങ്ങൾ വിജയനഗര സാമ്രാജ്യം, ബാമിനി സാമ്രാജ്യം. വിജയനഗര സൈന്യത്തെ നയിച്ചത് തളിക്കോട്ട് യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ നയിച്ചത് രാമരായർ. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ നയിച്ചത് ആരാണ്? രാമരായർ. വിജയനഗരത്തിലെ അവസാന രാജാവ് ശ്രീരംഗരായർ മൂന്നാമൻ. വിജയനഗരത്തിലെ അവസാന രാജാവ് ആരായിരുന്നു? ശ്രീരംഗരായർ മൂന്നാമൻ. ഒരിക്കൽ കൂടെ നോക്കാം. ഹംപിയിലെ ഹസാര രാമക്ഷേത്രം പണികഴിപ്പിച്ചത് ആരാണ്? കൃഷ്ണദേവരായർ. ഹംപിയിലെ ഹസാര രാമക്ഷേത്രം പണികഴിപ്പിച്ചത് കൃഷ്ണദേവരായർ. ആന്ധ്ര കവിതകളുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് അല്ലസാനി പെദ്ദണ്ണ. ആന്ധ്ര കവിതകളുടെ പിതാമഹൻ എന്നറിയപ്പെട്ടിരുന്നത് അല്ലസാനി പെദ്ദണ്ണ. വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? തളിക്കോട്ട യുദ്ധം. വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? തളിക്കോട്ട യുദ്ധം. 1565 ജനുവരി 3. രാക്ഷസ തങ്കിടി, ബണ്ണിഘട്ട് എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്ന യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം. രാക്ഷസ തങ്കിടി,
ബണ്ണിഘട്ട് എന്നീ പേരുകൾ അറിയപ്പെടുന്നത് തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജവംശങ്ങൾ വിജയനഗരം, ബാമിനി. തളിക്കോട്ട യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജവംശങ്ങൾ ഏതൊക്കെയാണ്? വിജയനഗരം, ബാമിനി. വിജയനഗര സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? രാമരായർ. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ നയിച്ചത് രാമരായർ. വിജയനഗരത്തിലെ അവസാന രാജാവ് ആരായിരുന്നു? ശ്രീരംഗരായർ മൂന്നാമൻ. വിജയനഗരത്തിലെ അവസാന രാജാവ് ആരായിരുന്നു? ശ്രീരംഗരായർ മൂന്നാമൻ. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്ര ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം. എന്താണ്? നായങ്കര സമ്പ്രദായം. വിജയനഗരത്തിലെ കേന്ദ്ര ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്ന പേര് നായങ്കര സമ്പ്രദായം. കേന്ദ്ര ഭരണ സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് നായങ്കര സമ്പ്രദായം. വിജയനഗരത്തിലെ കേന്ദ്ര ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം. വിജയനഗരത്തിലെ പ്രാദേശിക ഭരണ സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെട്ടു? അയ്യഗാർ സമ്പ്രദായം. ഏത് പേരിൽ? അയ്യഗാർ സമ്പ്രദായം. വിജയനഗരത്തിലെ പ്രാദേശിക ഭരണ സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് അയ്യഗാർ സമ്പ്രദായം. വിജയനഗരത്തിലെ പ്രാദേശിക ഭരണ സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് അയ്യഗാർ സമ്പ്രദായം. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഹംപി, കർണാടക. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? കർണാടകയിലെ ഹംപി. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം കർണാടകയിലെ ഹംപി. വിജയനഗരം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. ആരാണ്? നിക്കോളോ കോണ്ടി. വിജയനഗരം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി ആരാണ്? നിക്കോളോ കോണ്ടി. വിജയനഗരം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. വിജയനഗരം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി ആരാണ്? അബ്ദുൾ റസാഖ്. പേർഷ്യൻ സഞ്ചാരി ആരാണ്? അബ്ദുൾ റസാഖ്. വിജയനഗരം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ്. വിജയനഗരം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരി ആരാണ്? അത്തനേഷ്യസ് നികേതിൻ. ആരാണ്? അത്തനേഷ്യസ് നികേതിൻ. വിജയനഗരം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരിയാണ് അത്തനേഷ്യസ് നികേതിൻ. ഒരിക്കൽ കൂടെ നോക്കാം. വിജയനഗരത്തിലെ കേന്ദ്ര ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്ന പേര് നായങ്കര സംവിധാനം. വിജയനഗരത്തിലെ കേന്ദ്ര ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം. വിജയനഗരത്തിലെ പ്രാദേശിക ഭരണ സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് അയ്യഗാർ സമ്പ്രദായം. വിജയനഗരത്തിലെ പ്രാദേശിക ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്നത് അയ്യഗാർ സമ്പ്രദായം. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കർണാടകയിലെ ഹംപിയിൽ നിന്നും. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഹംപി, കർണാടക. വിജയനഗരം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. വിജയനഗരം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി ആരാണ്? നിക്കോളോ കോണ്ടി. വിജയനഗരം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ്. വിജയനഗരം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി ആരാണ്? അബ്ദുൾ റസാഖ്. വിജയനഗരം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരിയാണ് അത്തനേഷ്യസ് നികേതിൻ. വിജയനഗരം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരി ആരാണ്? അത്തനേഷ്യസ് നികേതിൻ. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മധ്യകാല ഇന്ത്യാ ചരിത്രം പാർട്ട് 9 വീണ്ടും കാണാം.